കേരള നിയമസഭാ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു അധികാര കൈമാറ്റത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ സംഭവിക്കാറുള്ള കേവലം ഒരു ഭരണമാറ്റമല്ല ഈ വർഷം സംഭവിച്ചിട്ടുള്ളത്. മറിച്ച് പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ഇടതുപക്ഷത്തിന്റെ, വിശേഷിച്ച് CPIM-ന്റെ അടിത്തറ ഇളകിയ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള പുതിയ ക്രമീകരണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തുടരും എന്ന വാക്ക് മുൻപുള്ള ഭരണകാലത്ത് LDF-ന് ഭരണ തുടർച്ച നൽകിയെങ്കിൽ ഇത്തവണ ആ വാക്ക് മറ്റൊരർത്ഥത്തിലാണ് പ്രസക്തമാക്കുന്നത്. അത് പിണറായി വിജയൻ, VD സതീശൻ പോരിന്റെ തുടർച്ചയാണ്. പക്ഷെ റോൾ മാറിയെത്തുന്ന ഈ കരുത്തായ നേതാക്കളുടെ പോരാട്ടം കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. 10 വർഷം ഭരണപക്ഷത്തിരുന്ന് പ്രതിപക്ഷത്തെ നേരിട്ട പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നിരയുടെ മുന്നിലിരുന്ന് VD സതീശനെ നേരിടും. ഭരണപക്ഷത്തെ വിചാരണ ചെയ്യുക എന്നതായിരിക്കും അവിടെ പ്രത്യേക ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട പാർലമെന്ററി ചരിത്രത്തിൽ പിണറായി വിജയൻ ഇതുവരെ കൈകാര്യം ചെയ്യാത്ത ഒരു റോളാണ് പ്രതിപക്ഷ നേതൃപദവി. ഒന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അതുമല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്ക് തുല്യമായ പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെതെങ്കിലും അധികാരത്തിന്റെ കുളിർമയിൽ നിന്ന് സമരവീര്യത്തിന്റെ ചൂടിലേക്ക് ഈ മാറ്റം പിണറായി എങ്ങനെ ഉൾക്കൊള്ളുമെന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ കൗതുകം സൃഷ്ടിക്കുന്ന ഒന്നാണ്. CPM-നെ സംബന്ധിച്ച് ഇതൊരു സുരക്ഷിതമായ നീക്കമാണെന്ന് പാർട്ടി അവകാശപ്പെടുമ്പോഴും 102 അംഗങ്ങളുള്ള കരുത്തായ ഭരണപക്ഷത്തെ നേരിടാൻ സഭയിൽ തഴക്കവും പഴക്കവുമുള്ള ഒരു പടത്തലവൻ തന്നെ വേണമെന്ന പാർട്ടിയുടെ തീരുമാനമാണ് പിണറായിയിൽ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവിടെയാണ് പുതിയൊരു രാഷ്ട്രീയ ചോദ്യം കൂടെ ഉയരുന്നത്. CPM-ൽ രണ്ടാം നിര നേതാക്കൾക്ക് പന്നമുണ്ടോ എന്ന്. KN ബാലഗോപാലനോ മുഹമ്മദ് റിയാസോ സഭയിൽ സതീശനെ നേരിടാനുള്ള അഗ്രസീവ് ശൈലി ഇല്ല എന്ന തിരിച്ചറിവാണോ ഈ തീരുമാനത്തിന് പിന്നിൽ? മട്ടന്നൂരിൽ നിന്ന് ഒരു പക്ഷേ KK ശൈലജ നിയമസഭയിൽ എത്തിയിരുന്നു എങ്കിൽ കേരളത്തിന് ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുമായിരുന്നു. എന്നാൽ ആ സാധ്യത മാറ്റി നിർത്തുകയും പിണറായി തന്നെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും പാർട്ടിക്കുള്ളിലെ അധികാര കേന്ദ്രീകരണത്തിന്റെ സൂചനയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. CPIM-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഈ പരാജയത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് പഴയ സോവിയറ്റ് കാലത്തെ ചെർണോബിൽ മനോനിലയ്ക്ക് സമാനമാണ്. യാഥാർത്ഥ്യം കൺമുമ്പിൽ കത്തുമ്പോഴും അത് അംഗീകരിക്കാൻ മടിക്കുന്ന അടഞ്ഞ സംവിധാനമായി പാർട്ടി മാറുന്നുണ്ടോ എന്നും വിമർശകർ ചോദിക്കുന്നു. വികസനത്തിന്റെ തുടർച്ചയെക്കുറിച്ചോ പദ്ധതികളെക്കുറിച്ചോ ഉള്ള തർക്കത്തിലല്ല പാർട്ടി പരാജയപ്പെട്ടത്. മറിച്ച് പാർട്ടിയുടെ പ്രവർത്തന ശൈലിയോടും നേതൃത്വത്തിന്റെ മനോഭാവത്തോടും ജനങ്ങൾക്കുണ്ടായ കടുത്ത അമർഷമാണ് ഈ ഫലത്തിൽ എത്തിച്ചത്. 35 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങുകയും പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെയുള്ള ഉറച്ച കോട്ടകളിൽ പോലും BJP വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്യുമ്പോൾ CPIM നേരിടുന്ന ചരിത്രപരമായ ഈ അസ്തിത്വ പ്രതിസന്ധിയാണ്. ഈ പരാജയത്തിന്റെ കാതൽ ഏകനായത്വം വേണ്ട എന്ന ജനങ്ങളുടെ തീരുമാനം കൂടിയാണ്. ഒരു പാർട്ടി എന്നാൽ ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ട ഒന്നല്ല എന്നും കളക്റ്റീവ് ലീഡർഷിപ്പ് വേണമെന്നും ജനം ആഗ്രഹിക്കുന്നു. ആധുനിക രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്നത് പകുതി വിജയമാണ്. ഇവിടെ CPM നേതൃത്വത്തിന് വലിയ നഷ്ടം സംഭവിച്ചതും ഈ കാര്യത്തിലാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ആശയവിനിമയ രീതികൾ ജനങ്ങളുമായി ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടിരുന്നു. 50 മിനിറ്റ് ഏകപക്ഷീയമായി സംസാരിക്കുകയും മാധ്യമങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും മറ്റുമുള്ളവരുടെ ചോദ്യങ്ങളെ ഒരുമിച്ചെടുത്ത് മൈക്ക് ഓഫ് ചെയ്ത് പോവുകയും ചെയ്യുന്ന രീതി ജനകീയമായ ജനാധിപത്യത്തിന് ഒരിക്കലും ചേർന്നതല്ല. VD സതീശനെ പോലെയുള്ള നേതാക്കൾ എല്ലാ വിഭാഗം ആളുകളുമായി സംവദിക്കാനുള്ള ശേഷി തെളിയിക്കുമ്പോൾ CPIM നേതാക്കൾ പലപ്പോഴും പ്രസ് റിലീസ് വായിക്കുന്ന യന്ത്ര സ്വഭാവത്തിലേക്ക് മാറിയിരുന്നു. ജനങ്ങളുമായി വൈകാരിക ബന്ധം സ്ഥാപിക്കുന്നതിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനെ പോലെയുള്ളവർ വിജയിക്കുമ്പോൾ കേരളത്തിൽ ഇടതു നേതൃത്വം ജനങ്ങളിൽ നിന്ന് അകലുകയാണ്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ള തരത്തിലുള്ള ധാർഷ്ട്യവും പരുക്കൻ പെരുമാറ്റവും സാധാരണക്കാരെ വരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി. സഭയിൽ മറ്റൊരു രസകരമായ സാധ്യത എന്ന് പറയുന്നത് KK രമയെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുമോ എന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ KK രമ സ്പീക്കർ കസാലയിരുന്ന് സഭ നിയന്ത്രിക്കുകയും പിണറായിക്ക് സംസാരിക്കാൻ അനുവാദം നൽകുകയും ചെയ്യുന്ന കാഴ്ച ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് പിണറായി എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം മാനസികകരമായ വലിയ വെല്ലുവിളിയായിരിക്കും. ജനാധിപത്യം ഒളിപ്പിച്ചു വെച്ച ഇത്തരം കാവ്യനീതികൾ സഭയിൽ അരങ്ങേറുമോ എന്നാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. പ്രായം പിണറായി വിജയനെ സംബന്ധിച്ച ഒരു ഘടകമാണ്. ഒരുപക്ഷെ VS അച്യുതാനന്ദൻ 90-ാം വയസ്സിലും പ്രതിപക്ഷത്ത് ഗർജിച്ചിരുന്നു എങ്കിലും പിണറായിയുടെ ശാരീരിക അവസ്ഥയും രോഗാവസ്ഥയും ഒരു പ്രധാന വെല്ലുവിളി കൂടിയാണ്. എന്നിരുന്നാലും 10 വർഷത്തെ ഭരണപരിചയം അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു.
ഭരണപക്ഷത്തിന്റെ ഓരോ നീക്കവും എവിടെയാണ് പാളുക എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ എന്ന നിലയിൽ സഭയിൽ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ പിണറായിക്ക് എളുപ്പമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ചുരുക്കത്തിൽ മുഖം മാറ്റം മാത്രമല്ല, മനോഭാവ മാറ്റമാണ് CPIM-ന് ആവശ്യം. പുതിയ കാലത്തിനനുസരിച്ചുള്ള ആശയവിനിമയ രീതികളും കൂട്ടായ നേതൃത്വവും പുതിയ മുഖങ്ങളും കടന്നു വന്നാൽ മാത്രമേ ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ. പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ പരീക്ഷണമാണ്. അദ്ദേഹം സർക്കാരിനെ ക്രിയാത്മകമായി തിരുത്തുമോ അതോ സഭയിൽ മറ്റെന്തെങ്കിലും വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. VD സതീശൻ എന്ന തന്ത്രശാലിയായ ഭരണാധികാരിയെ നേരിടാൻ പിണറായിക്ക് അത്ര തന്നെ തന്റെ അപ്രമാദിത്ത ശൈലി മാറ്റേണ്ടി വരും. BJP വോട്ട് ബാങ്ക് വിപുലീകരിക്കുന്ന കാലത്ത് കേവലം പ്രസ് റിലീസ് രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയെ തിരിച്ചെടുക്കാനാവില്ല. വരും ദിവസങ്ങളിൽ നിയമസഭ ഒരു പോർക്കളമായി മാറുമ്പോൾ അവിടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ അതോ വ്യക്തിപരമായ പകപോക്കലുകൾ തുടരുമോ എന്ന് നമുക്ക് നോക്കാം. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഒരേ സമയം കൗതുകകരവും ഗൗരവമേറിയ ഒരു പാതയിലേക്കാണ് സഞ്ചരിക്കുന്നത്. തെറ്റുകൾ തിരുത്താനല്ല, മറിച്ച് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് ആ പാർട്ടിയുടെ തന്നെ അടിത്തറ തകർക്കാൻ കാരണമാവും. മാറ്റം അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ CPIM എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. Waytonikah.com, the exclusive Muslim matrimonial site.